Hi, very first comment, Mr. Editor. Hello all. Geetanjali from Geeta Govindam. Hi all. എല്ലാവരും ഒന്ന് ലൈവ് ഒന്ന് കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും ഒന്ന് വന്നോട്ടെ. കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് നിങ്ങളുമായിട്ട്. Hi Sol, Ecstasy. Hi Anju. Hi Fatima. Shajir, Abhiya, Jack. ഇപ്പം എന്താ ഒരു ലൈവ്? ഓക്കെ. ഇപ്പം ലൈവ് വന്നില്ലെങ്കിൽ പിന്നെ എപ്പോൾ വരാനാണ്? ഞങ്ങളുടെ ഗീതാ ഗോവിന്ദത്തിൻ്റെ വളരെ സ്പെഷ്യൽ ഒരു ഡേ ആണ്. 700 എപ്പിസോഡ് ഞങ്ങൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. അത് വലിയൊരു ജേർണിയാണ്. അപ്പോൾ ഇപ്പോൾ വന്നില്ലെങ്കിൽ പിന്നെ എപ്പോൾ വരാനാണ്? ഓക്കെ, താങ്ക് യു ലാഫിംഗ് പ്രിൻസസ്. സൗമ്യ ഹായ് കുക്സ് ഐ തിങ്ക്. ഹായ് സുഖം ദേവിക. സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഒരുപാട് പ്രേക്ഷകരെ നമ്മൾ നേരിട്ട് ഇതുവരെ കാണാൻ പറ്റാത്ത ഒരുപാട് പ്രേക്ഷകരുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ കാണുന്ന ഒരു സ്മൈലൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് നിങ്ങളെ മുഖം കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് എല്ലാവരോടും ഒരു ഹായ് പറയാനും കുറച്ച് വിശേഷങ്ങൾ പറയാനുമായിട്ടാണ് വന്നത്. ഹായ് കാർത്തിക. ഹായ് അജയ്. ഹായ് ദീപേന്ദ്രകുമാർ. രേവതി. താങ്ക് യു അലോയിൻ. ഹായ്, താങ്ക് യു സോ മച്ച്. ഇതൊരു ചെറിയ കാര്യമല്ല എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് ഇതിൽ. ഒരുപാട് എഫേർട്ട് ഇട്ട് നിൽക്കുന്ന ഫസ്റ്റ് പ്രൊജക്റ്റാണ് എൻ്റെ. അതുപോലെ ഞങ്ങളുടെ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഫസ്റ്റ് പ്രൊജക്റ്റാണ് പുള്ളിയുടെ. ജിതേഷ് സാർ ഞങ്ങളുടെ ഡയറക്ടർ ഫസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റ്. അങ്ങനെ ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഇന്ന് 700 എപ്പിസോഡ്സ് കംപ്ലീറ്റ് ആക്കി നിൽക്കുന്നത്. അപ്പം അവരുടെ എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ പരിചയം ഓൺ സ്ക്രീനിൽ കണ്ട് എന്നെയാണ്. അതുകൊണ്ട് ഞാൻ ലൈവ് വന്നിരിക്കുന്നത് വിശേഷങ്ങൾ പറയാനാണ്. പെഡസ്ട്രിയനാണോ പീഡിയാട്രിഷ്യനാണോ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഹായ് ഫിദ, താങ്ക് യു. അപ്പം അത്യാവശ്യം കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, കുറച്ച് പേരെങ്കിലും ഏഷ്യാനെറ്റിൽ ഒരു 700 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു 2 കൊല്ലത്തിന് മുകളിലായിട്ട് നിങ്ങൾ ഡെയിലി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഡെയിലി എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ വരാനായിട്ട്. ഒരുപാട് കഥാഗതികളിലൂടെ ഗീതാ ഗോവിന്ദം ഇതുവരെ ഒരു വലിയൊരു ജേർണി കഴിഞ്ഞ് 700 എപ്പിസോഡ്സിൻ്റെ സെലിബ്രേഷനും കഴിഞ്ഞ് നിൽക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും കുറേ മെമ്മറീസും എല്ലാം ഉണ്ട്. എനിക്ക് മനസ്സിലാവും ഗീതാ ഗോവിന്ദം കാണുന്ന ഒരുപാട് പേരുണ്ട്. പുറത്തൊക്കെ ഇറക്കുമ്പം ഗീതു എന്നുള്ള വിളി, ഗീതു ചേച്ചി, ഗീതു എന്നൊക്കെ വിളിക്കുന്ന കുറേ അമ്മമാരും അനിയത്തിമാരും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട് നമുക്ക്. ഞാൻ കൂടുതൽ ലുലുവിലൊക്കെ പോകുമ്പോൾ അവരെല്ലാം വന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ പറയും, നമ്മൾ രാവിലെ എണീക്കുമ്പം ആദ്യം കാണുന്നത് ഹോട്ട്സ്റ്റാറിൽ കാണുന്നത് ഗീതാ ഗോവിന്ദമാണ് എന്നൊക്കെ പറയും. ടൈം സ്ലോട്ട് ചേഞ്ച് ചെയ്തപ്പോഴൊക്കെ വിഷമം പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പം ഗീതുവിനെയും മാർഗഴിനെയും അതുപോലെ ഗീതാ ഗോവിന്ദത്തിലെ ഓരോ ക്യാരക്ടേഴ്സ്, ഗോവിന്ദിനെയും രേഖ, വരുൺ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാവരെയും, അതിലുപരി ഞങ്ങളുടെ ബാക്കിൽ സപ്പോർട്ടായിട്ട് നിന്ന ഞങ്ങളുടെ ഡയറക്ടർ സാർ, ജിതേഷ് സാർ, ഞങ്ങളുടെ ക്യാമറാമാൻ, അവരെ എല്ലാവരുടെയും റെപ്രസെൻ്റ് ചെയ്താണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദിയും പറയാനാണ് ഇപ്പോൾ ഈ ലൈവ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഗീതാ ഗോവിന്ദത്തിൻ്റെ 700 എപ്പിസോഡ്സിൽ ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇനി എന്താകും, ക്ലൈമാക്സിലേക്കും കൂടിയാണെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം എന്തായാലും ക്ലൈമാക്സ് വരെയും ഞങ്ങൾക്ക് കട്ട സപ്പോർട്ടായിരുന്നു. ഇതുവരെ തന്നതുപോലെ തന്നെ സപ്പോർട്ടായിരുന്നു. നമുക്ക് കുറച്ച് മെസ്സേജസ് വായിക്കാം. ഹായ് ഗീതു, സുഖമാണ്. ഹായ് മിനു.
സത്യം ജി ഇല്ലാതെ സ്റ്റാർട്ടാവില്ലാതെ. ചേച്ചി സീരിയൽ ട്രോൾസ് കാണാറുണ്ട്? ഡെഫിനറ്റ്ലി കുറേയൊക്കെ കാണാറുണ്ട്. ഒരുപാട് പേര് എനിക്ക് സീരിയൽ ട്രോൾസൊക്കെ അയച്ചു തരാറുണ്ട്. ഈവൻ കൂടെ പഠിക്കുന്നവരും നെയ്ബേഴ്സ് മീൻസ് ഫ്രണ്ട്സൊക്കെ കൂടുതൽ ഷെയർ ചെയ്യാറുണ്ട്. സോ ട്രോൾസൊക്കെ ഞാൻ എൻജോയ് ചെയ്ത ഒരു കൂട്ടത്തിലാണ്. ചേച്ചി ക്രിസ്ത്യനാണോ? യെസ്. ഹലോ. ഓക്കെ, മനസ്സിലായില്ല. ഹായ്. ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ വരും. എന്തായാലും നോക്കാം. ഞാൻ ഇതുവരെ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല, ഞാൻ ശ്രമിച്ചിട്ടുമില്ല. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. ഹായ് 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 ടു ഓൾ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക്, ഏഷ്യാനെറ്റിനെ ഫോളോ ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും, ഏഷ്യാനെറ്റിലെ ഓരോ പരമ്പരകളായിക്കോട്ടെ, പുതിയ മൂവീസ് ആയിക്കോട്ടെ, എല്ലാം കാണുന്ന നിങ്ങളോടൊരു കൊച്ചു വർത്താനം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വൈകുന്നേരം വന്നത്. സാജൻ ചേട്ടൻ എവിടെ ചേച്ചിയും ചോദിക്കുന്നുണ്ട്. സാജൻ ചേട്ടൻ വർക്കിലാണ്, അപ്പം ജോലി തിരക്കാണ്. ഒന്നെങ്കിൽ ഷൂട്ട് അല്ലെങ്കിൽ വർക്ക്. അപ്പം സാജൻ ചേട്ടന് വരാൻ പറ്റിയില്ല. പിന്നെ നിങ്ങളുടെ വിഷമം തീർക്കാൻ ഞാനിപ്പോൾ ആരെയാണ് കൊണ്ടുവരണ്ടേ, ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്കവരെ ഇൻവൈറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. പിന്നെ എന്താ പെട്ടെന്ന് നിർത്തണേ, നോ ഐഡിയ. ടൈം ബിഗ് ബോസ് ഒക്കെ വരാൻ പോകുന്നു. ഒരുപാട് സീരിയൽസ് ഓൾറെഡി സ്ലോട്ടിലുണ്ട്. പിന്നെ സ്ലോട്ടൊക്കെ ഫ്രീ ആക്കണ്ടേ. ഹായ്, ലവ് ഫ്രം അഭി, താങ്ക് യു. ചേച്ചി എന്താ പെട്ടെന്ന് തീർക്കണേ എന്താന്ന് എനിക്കറിയൂല. പെട്ടെന്ന് തീർന്നു. ക്ലൈമാക്സ് ആകുന്നു. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് നാളും കൂടെ നിങ്ങൾക്ക് നമ്മളെയൊക്കെ നമ്മുടെ ആ ഒരു പേരും നമ്മുടെ ആ കഥയും എല്ലാം സീരിയലിൽ കുറച്ച് നാളും കൂടെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ വിഷമങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അതില്ലാതെ എങ്ങനെയാകും എന്നൊക്കെ, രാവിലെ ഒരു ഡേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ സന്തോഷം, അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഞങ്ങളുടെ 700 എപ്പിസോഡ്സ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ ദിവസം സെറ്റിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രൊഡ്യൂസർ സാർ, ബോബി സാർ. അപ്പം അടിപൊളി ഫങ്ഷനായിരുന്നു. കുറച്ച് പേരൊക്കെ നമ്മുടെ ഗീതാഗോവിന്ദ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കുട്ടികളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റി. ലക്കിലി അവർക്ക് വരാനും നമ്മളെ മീറ്റ് ചെയ്യാനും കുറച്ച് സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി. അത് ഒരുപാട് നല്ലൊരു മെമ്മറി ആയിരിക്കും ഡെഫിനറ്റ്ലി. ആൻഡ് ആ ഒരു സെറ്റിൽ വെച്ചിട്ടാണ് ഇത്ര നാളായിട്ട് എനിക്ക് വോയിസ് തരുന്ന പാർവതിനെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. ലാസ്റ്റ് 2 days ബാക്കാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പാർവതി ഇല്ലാത്തപ്പം സൗണ്ട് എന്ത് ഗീതുവിൻ്റെ മാറിയിരിക്കുന്നത്. അപ്പം ആ ഒരു ക്രെഡിറ്റ്, ഞാൻ എത്രമാത്രം ആക്ടിങ്ങിൽ എഫേർട്ട് ഇടുന്നു, ആ ഒരു ക്രെഡിറ്റ് അതേപോലെ തന്നെ ഒരു എഫേർട്ട് ഇടുന്ന ആളാണ് ബിഹൈൻഡ് ദ സ്ക്രീൻ പാർവതിക്കും സ്പെഷ്യൽ താങ്ക്സ്. ന്യൂ പ്രോജക്റ്റ് ഉടനെ കാണുമോ? ന്യൂ പ്രോജക്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങളുടെ എന്നെ എങ്ങനെ കാണാനാണ് നിങ്ങൾക്ക് താല്പര്യം, അതും കൂടെ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ക്ലൈമാക്സ് ആയി. നമ്മൾ ഓൾറെഡി ചാനലിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് 2 മാസമായിട്ട്. ഇപ്പം ഇങ്ങനെ മീൻസ് പ്രൊമോസൊക്കെ വന്നിട്ടുണ്ട് ഓൾറെഡി. ക്ലൈമാക്സ് ആണ്, കുറച്ച് നാളും കൂടെ ഉള്ളൂ. അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. ഈ 700 എപ്പിസോഡിൻ്റെ സങ്കടത്തിനിടയിൽ അങ്ങനെ ഒരു കുഞ്ഞു വിഷമം കൂടി ഉണ്ട്. എല്ലാവരെയും മിസ് ചെയ്യും, സെറ്റും എല്ലാം മിസ് ചെയ്യും. പിന്നെ ചേച്ചി എനിക്ക് അഭിനയിക്കാൻ ചാൻസ് തരും. യു ഷുഡ് കോണ്ടാക്ട് ആരെയാ, ഈ പോസ്റ്റൊക്കെ ഇടുമല്ലോ, കാസ്റ്റിംഗ് കോൾസൊക്കെ ഇടും. അപ്പം അതൊക്കെ നോട്ട് ചെയ്യുക. പിന്നെ ഹായ് ജാസ്മി ഐ തിങ്ക്. ഞാൻ ആരെയും ഇൻവൈറ്റ് ചെയ്യണം, നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ലൈവ് ഓക്കെ. താങ്ക് യു സോ മച്ച്. ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചലഞ്ചിങ് ആയിട്ടുള്ള. പിന്നെ എല്ലാവർക്കും അഭിപ്രായങ്ങൾ അറിയിക്കാം കമൻറ്റിലൂടെ. നിങ്ങൾ ഇത്ര നാളത്തെ ഗീതാഗോവിന്ദത്തിലൂടെ നിങ്ങൾ കണ്ടിട്ട് ശരിക്കും നിങ്ങൾക്കതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഏത് ടൈപ്പ് ഓഫ് നിങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നോ, എങ്ങനെയാണ് നിങ്ങൾ ഗീതാഗോവിന്ദത്തെ നോക്കി കാണുന്നതെന്ന് നിങ്ങളിൽ നിന്നും അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ കമൻസായിട്ട് ഓരോരുത്തരും പറ്റുന്ന പോലെയൊക്കെ അയക്കാൻ ഞാൻ വായിക്കാം. ചേച്ചിയുടെ കൂടെ വിളിക്കാൻ താല്പര്യമുണ്ട്. അമൃത, ഓക്കെ അമൃതയെ വിളിക്കാം കേട്ടോ.
അപ്പം അതിന് മുമ്പ് അമൃതനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിന് മുമ്പ് എന്താ എല്ലാവരോടും ഒരു താങ്ക്സ്. വ്യൂവേഴ്സിനോട് മാത്രമല്ല, നമ്മുടെ ഗീതാവിൻ്റെ സപ്പോർട്ടേഴ്സിനോട് മാത്രം അല്ല, ചാനലിനോടും മാത്രമല്ല, എല്ലാവരോടും. പ്രത്യേകിച്ച് കുറച്ച് പേരുണ്ട് ഇതിന് മുന്നിൽ വരാത്ത, അവരോട് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയണം ഡെഫിനറ്റ്ലി. അതായത് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഗീതാഗോവിന്ദത്തിൻ്റെ ഓരോ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നരേറ്റ് ചെയ്ത് അതേപോലെ എടുത്ത് വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അതും വളരെ കുറഞ്ഞ ടൈമിൽ നമുക്കത് ചെയ്യുന്ന നമ്മുടെ ഡയറക്ടർ സാർ പുള്ളിയുടെ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ത്രൂ ഔട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഗീതാഗോവിന്ദം. അതിന് സാർ എടുത്ത എഫേർട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഇത്ര എഫേർട്ട് ഇടാൻ പറ്റുമോ എന്ന് നമ്മൾ പൊളിച്ച് നിൽക്കും. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ മനുഷ്യൻ വർക്ക് ചെയ്യുന്നത്. അപ്പം സ്പെഷ്യൽ താങ്ക്സ് ടു എനിക്കൊന്നും വന്നപ്പോൾ ഒന്നും അഭിനയിക്കാറില്ല, എല്ലാം പഠിപ്പിച്ച് തന്നതൊക്കെ സാറാണ്. സാറിൻ്റെ ആ ഒരു പേഷ്യൻസിക്കും ഒക്കെ ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. അതേപോലെ നമ്മുടെ ഓരോ ഫ്രെയിമും അടിപൊളിയായിട്ട് വെക്കുന്ന ഞങ്ങളുടെ മണിച്ചേട്ടൻ, അതും സാറ് ഇരുന്ന പോലെ തന്നെ കട്ടയ്ക്ക് എഫേർട്ട് ഇട്ടാണ് രാത്രി വരെയും നിന്ന് ക്യാമറമാൻ നിൽക്കുകയാണ്. ലിറ്ററലി അത്ര ചെയ്യുന്നത്. ആ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ട് നല്ല വിഷ്വൽസൊക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും ടക്ക് ടക്ക് എന്നാണ് ഫ്രെയിംസൊക്കെ വെക്കുന്നത്. അപ്പോൾ താങ്ക്സ് ടു മണിച്ചേട്ടൻ ആൻഡ് ഓൾ ടീം. ഹായ് അച്ചൂസ്, കുറച്ച് പേർ ഇടയ്ക്കൊരു മെസ്സേജും വായിക്കണമല്ലോ. നൂബിൻ ചേച്ചി നോക്കാടാ, എന്തായാലും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് വരാൻ നോക്കാം. കുറേ നേരമായിട്ട് ഒരാൾ ആ മെസ്സേജ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പുതിയ സീരിയൽ ചെയ്യുമോ ചേട്ടനുമായിട്ട്? അറിയില്ല, അങ്ങനത്തെ പ്രൊജക്ട്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ തന്നെ കോംബോ ആരും ഇതുവരെ ഒന്നും അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. സോ അതറിയില്ല. ലെറ്റ്സ് സീ. പിന്നെ ഹായ് ആദി, ആക്ടിങ് ഇമ്പ്രൂവ് ആയി. അതാണ് അതായത് ഒരുപാട് എഫേർട്ടുണ്ട് അതിൽ. ആദ്യം വന്നപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു. ബട്ട് ഇപ്പം ഞാൻ എൻ്റെ മാക്സിമം കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ബിഹൈൻഡ് ദ സീൻസ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയില്ലല്ലോ, കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ വളരെ സീരിയൽ എന്ന് പറയുന്നത് വളരെ ക്വിക്കായിട്ട് എടുക്കുന്നതാണ്. അപ്പം അധികം പ്രിപ്പയർ ചെയ്യാനൊന്നും നമുക്ക് സമയം കിട്ടില്ല. ഉള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ഹായ് രേവു, ഓക്കെ, താങ്ക് യു. ഹായ് ഗോപു, ഹായ്. ഇനി ആൾക്കാർ വരട്ടെ, എല്ലാവരും അവിടെ എപ്പോൾ വരും ലൈവ്? വരെ ലൈക്ക് മേ ബി പ്രോബബ്ലി വിത്തിൻ 1 വീക്കിൽ എന്തായാലും വരാം. പിന്നെ എന്താണ്, ഞാൻ കർട്ടസി മീൻസ് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതേപോലെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് സാറും ഒരുപാട് എന്താ പറയുക, നമ്മൾ ഓരോ സീൻസൊക്കെ ചെയ്ത് നല്ല സീൻസൊക്കെ വരുമ്പം മറക്കാതെ നമ്മളെ ഫോൺ വിളിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ലൈക്ക് നന്നായിരുന്നു സീൻ, നന്നായിട്ടുണ്ടായിരുന്നു, ആ എക്സ്പ്രഷൻ കൊടുത്തത്, അങ്ങനെ പറഞ്ഞത് നല്ലതായിരുന്നു. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഓരോ തവണയും അപ്രിഷ്യേറ്റ് ചെയ്യാൻ മറക്കാത്ത ഒരു നല്ലൊരു പ്രൊഡ്യൂസർ, എല്ലാ സിറ്റുവേഷനിലും നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ കൂടെയാണ് നമുക്കുള്ളത്. അപ്പം താങ്ക്സ് ടു ഒബി സർ. പിന്നെ ഒരുപാട് പേരുണ്ട് നിങ്ങൾ കാണാത്ത, നമുക്ക് ഫുഡ് കൊണ്ട് തരുന്നവർ, ഓൺ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഓടി വരുന്നവരൊക്കെ ഉണ്ട് സെറ്റിൽ. നമ്മൾ അവരെ എല്ലാവരെയും മിസ് ചെയ്യും, ഡെഫിനറ്റ്ലി ഒരുപാട് പേരെ മിസ് ചെയ്യും. ക്യാമറ ഇനിയിപ്പം എന്ന് കാണും എന്നൊക്കെ ഉള്ളൊരു വിഷമമൊക്കെ ഉണ്ട് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ. പിന്നെ മിസ് യു ചേച്ചി ജോയി. ഹായ് ചേച്ചി, അറ്റ്ലീസ്റ്റ് താങ്ക് യു സോ മച്ച്. സുഖമാണ്, എല്ലാവരും ചായയൊക്കെ കുടിച്ചിരിക്കുന്നു. എന്തുണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ? നിങ്ങളുടെ വിശേഷങ്ങളും എഴുതി അറിയിക്കുക. എന്തെങ്കിലും ജിജിയുടെ ബേബീനെ കാണാൻ പറ്റുമോ ക്ലൈമാക്സിൽ? അതൊരു നല്ല ചോദ്യമായിരുന്നു. അത് ഞാനിപ്പോൾ എന്താ പറയുക, ജിജിയുടെ ബേബീനെ കാണാൻ പറ്റുമോ? അതിനിനിയും ഒത്തിരി സമയമില്ല. ജിജി എനിക്കിതുവരെ വയറ് പോലും വെച്ച് കാണിച്ചിട്ടില്ല, വയറ് പോലും വന്നിട്ടില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി കാണാൻ പറ്റും. ഇപ്പോൾ ക്ലൈമാക്സ് ആകുമ്പോൾ പെട്ടെന്ന് പ്രസവിക്കുക, അല്ലെങ്കിൽ സ്വപ്നമാവണം. സ്വപ്നം നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ പിന്നെ ആ ചോദ്യം ചാൻസ് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ നെക്സ്റ്റ് പ്രൊജക്റ്റ് ഏഷ്യാനെറ്റിൽ തന്നെ വരണേ.
ഡെഫിനറ്റ്ലി ഐ വിൽ ട്രൈ. പ്രൊജക്ട്സ് വരുന്നുണ്ട്, ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. ലെറ്റ് സി. അപ്പം നമുക്ക് അമൃതേനെയും കൂടെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചാലോ? ഒന്ന് നോക്കിക്കോട്ടെ, അമൃതേനെയും കൂടെ ആഡ് ചെയ്യാം. ലെറ്റ് സി. ഹായ് ഹായ് അഭിലാഷ്, ഹായ് ജിഷ്ണു. നിങ്ങൾക്ക് എന്തെങ്കിലും ഹായ് അല്ലാതെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മൾ ഗീതാഗോവിന്ദത്തിന്റെ സെറ്റിൽ വെച്ച് അമൃത വന്നല്ലോ. അതാണ് രേഖ ചേച്ചി വന്നിട്ടുണ്ട്. ഇനി കുറച്ചു നേരം രേഖ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കൂ. കേട്ടോണ്ടിരിക്കായിരുന്നു, നീ തന്നെ സംസാരിച്ചോ? എന്ത്? അല്ല, ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കായിരുന്നേ ലൈവ് ഫുള്ളും. അതെ, അത് എന്ത് പറയാനാന്ന് ചോദിച്ചാൽ എനിക്ക് സന്തോഷവും ഉണ്ട്, നമുക്ക് അതേപോലെ വിഷമവും ഉള്ള ഒരു നിമിഷമാണ്. 700 എപ്പിസോഡ്സിന്റെ അല്ലേ സന്തോഷമുണ്ട്. അത്രയും ജേർണി നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത കുറെ പ്രൊജക്ട്സും കഴിഞ്ഞപ്പോഴും അപ്പോഴും നമ്മളെ താങ്ങി നിർത്തിയത് ഈ പ്രേക്ഷകർ തന്നെയാണ്, നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ 700 എപ്പിസോഡ് വരെ എത്തിയതിൽ നിങ്ങളുടെ സപ്പോർട്ട് തന്നതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും. പക്ഷെ തീർന്നു എന്ന് പറയുമ്പോ വീണ്ടും വിഷമമുണ്ട്. ഞങ്ങളെല്ലാം ലാസ്റ്റ് ഡേ അല്ലേ ക്ലൈമാക്സ് ഒക്കെ എടുത്തപ്പം കരഞ്ഞ് നിക്കുന്ന ഓർക്കാൻ അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി ഇത്ര നാളും ചെയ്തു വെച്ചിരുന്ന ഗീതാഞ്ജലി എന്നുള്ള ഒരു ക്യാരക്ടർ ഇല്ല, രേഖ എന്നുള്ള ഒരു ക്യാരക്ടർ ഇല്ല, ഗോവിന്ദ് എന്നുള്ള ഒരു ക്യാരക്ടർ ഇല്ല. ഒറ്റ ദിവസം കൊണ്ട് അവരൊക്കെ മരിച്ചു എന്ന് പറയുന്നത് നമുക്ക് നല്ല വിഷമമുണ്ട്. അതിലെല്ലാവരും നമുക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്, എല്ലാവരും അല്ലേ? എല്ലാരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അതെ. പിന്നെ നമ്മുടെ സെലിബ്രേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നീ പറഞ്ഞു വിടുന്നു? അയ്യോ, നമ്മുടെ 700 എപ്പിസോഡിന്റെ സെലിബ്രേഷൻ ജിജിയില് ഗീതാഗോവിന്ദിലെ ഫസ്റ്റ് ആണ് ഇത്രയും വലിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് എല്ലാവരുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നുബിൻ ബിന്നി യൂട്യൂബ് ചാനൽ, അഖിന്റെ, രേവതിന്റെ, എന്റെ, അപ്പൊ എല്ലാവരുടെതിലും ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട് നമ്മുടെ ആ ഒരു സെലിബ്രേഷന്റെ. അടിപൊളി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോലും ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ആ സെയിം ഡേ തന്നെ നമുക്കും കുറെ വിഷമിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. അതെ, നമ്മള് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക 700 എപ്പിസോഡ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് കഴിഞ്ഞപ്പോ പെട്ടെന്നൊരു ട്വിസ്റ്റ് ആണ്. സീരിയലിലെ സിനിമയിലെ പോലെ തന്നെ ട്വിസ്റ്റ് ആയിരുന്നു ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തത്. നമുക്ക് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശരിക്കൊരു ബായ് പറയാനൊന്നും പറ്റാത്തതിലുള്ള വിഷമമുണ്ട്. ഇന്ന സമയത്ത് എല്ലാരും ഒരുമിച്ച് കാണാൻ പറ്റിയില്ല, അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും ഫ്രം ദ ഹാർട്ട് കോർ നിങ്ങളെ ഒരുപാട് എന്റർടൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന റെസ്പോൺസും കമന്റ്സും ഒക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. ഒരുപാട് താങ്ക്സ്. ലൈക്ക് എന്താ പറയാ, ഓരോ ക്യാരക്ടറിനും നിങ്ങൾ കൊടുത്ത സപ്പോർട്ടും സ്നേഹവും ഒക്കെ എത്ര പറഞ്ഞാലും, എത്ര താങ്ക്സ് പറഞ്ഞാലും എനിക്ക് തോന്നില്ല ഈ വീഡിയോ ഫുൾ ഇരുന്ന് പറഞ്ഞാലും അത് കുറഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം എനിക്കറിയാം, ഞാനൊരു മീഡിയ പേഴ്സൺ ആയിരുന്നില്ല. ഇതിൽ വരുമ്പോൾ ഞാൻ പുറത്തു പോകുമ്പോൾ ഉള്ള റെസ്പോൺസും ഇപ്പൊ ഞാൻ പുറത്തു പോകുമ്പോൾ ഉള്ള റെസ്പോൺസും അത് നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഇമ്പാക്റ്റ് ആണ് ഗീതാ ഗോവിന്ദം ഏഷ്യാനെറ്റ് പ്രേക്ഷകർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുള്ളത്. തീർച്ചയായിട്ടും. പിന്നെ ഒരു ഹായ് തരുമോ ചേച്ചിയും ചോദിക്കുന്നു. കൊടുക്കടി ഹായ്. നിനക്കുള്ള ഐ ലവ് യു ഓൾ. തീർച്ചയായിട്ടും നമുക്ക് ഇത്ര നല്ല ലൊക്കേഷൻ അടിപൊളിയായിരുന്നു. 3 വർഷം പോയത് അറിഞ്ഞില്ല, അതാണ് 3 വർഷം. ഓണം, വിഷു, പിന്നാണെങ്കില് ക്രിസ്മസ്, ന്യൂ ഇയർ എല്ലാം 3 വർഷം. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഞങ്ങൾ സെറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. എന്റെ ബർത്ത്ഡേ ഒക്കെ എത്ര വർഷമായിന്നറിയോ വീട്ടിൽ ആഘോഷിച്ചിട്ട്. എല്ലാ സെറ്റില് ബർത്ത്ഡേ, ക്രിസ്മസ്, ഓണം, വിഷു എല്ലാം സെറ്റില്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. ഇനിയിപ്പം അടുത്ത അങ്ങനെ അല്ലാതെ വരുമ്പം ഈ ഓണമൊക്കെ വരുമ്പം ഡെഫിനറ്റ്ലി എല്ലാരെയും മിസ് ചെയ്യും. കഴിഞ്ഞ ഓണത്തിന് നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, അതിന് മുന്നത്തെ ഓണത്തിന്
ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു, കാരണം നമ്മുടെ ഒരു ഫാമിലി, ആ ഫാമിലിയിൽ നമുക്ക് ഇനി എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമം. ചിലപ്പോ ഒന്നോ രണ്ടോ ആൾക്കാരെ നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടും, കാണാൻ പറ്റും. പക്ഷെ ആ ഒരു എൻ്റെ ക്രൂവിനെ നമുക്കിനി കാണാൻ പറ്റില്ല. പിന്നെ ഏഷ്യാനെറ്റ് എന്ന വലിയൊരു ഫാമിലിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞ 3 വർഷമായിട്ട്, അത് വലിയൊരു കാര്യമാണ്. ഉം. പിന്നെ ഇനി ആരെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ആരെങ്കിലും കാണാൻ ഞങ്ങളുടെ ഫാമിലിന്ന് സാജൻ ചേട്ടൻ ഒഴിച്ച്. സാജൻ ചേട്ടൻ വർക്കിലാണ്. അഖിലാണല്ലേ. അതെ അതെ, വെയിറ്റ് ചെയ്യുന്നു ലൈവിന് വേണ്ടി വരാൻ. ലവ് യു, ലവ് യു ഓൾ. ശരിക്കും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. പിന്നെ എന്താ അടി പറയാനുള്ളത്? ഹലോ ഹലോ, ഹലോ. കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നു. രേവുവിനെ രേവുവിനെ ആഡ് ആക്കുവോ? രാധികാമ അങ്ങോട്ടാ വിളിച്ചത്. സാജൻ ചേട്ടൻ എവിടെ? സാജൻ ചേട്ടൻ ജോലിക്ക് പോയിരിക്കുകയാണ്. ഫസ്റ്റ് ഷൂട്ടിന് ഉണ്ടായിരുന്നില്ലേ? നോ, ഉണ്ടായിരുന്നില്ല. നമ്മൾ ഹായ് ഹായ് ഓൾസോ. സുജി, സുജി സുജി. ഓക്കെ, സുജി. ഹായ് ബൈ. ഷൂട്ട് തീർന്നു. അതെവിടെ തംസപ്പ് വന്ന? ഞാൻ തംസപ്പ് കാണിച്ചില്ലല്ലോ. ഷൂട്ട് ഖതം ഹോ ചുക്കാ ഹെ. ആയിരുന്നു. അതെ, അഖിൽ എനിക്ക് തോന്നുന്നു ഷൂട്ടിലാണെന്ന്. അതോ ഇനി നാട്ടിലാണോ? അറിയില്ല. എനിക്ക് രേവതിനെ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. രേവതി കാണിക്കുന്നില്ലല്ലോ. നീ സംസാരിക്കടി. ഷൂട്ട് തീർന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഷൂട്ട് തീർന്നിട്ടുണ്ട്. ദേവ ഓൺലൈനിൽ ഉണ്ട് കേട്ടോ. ഹായ് ചേച്ചി, സോ ലൈക്ക് ഹായ് തരുമോ? ഹായ് 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 മേഘ, ഹായ് ഷീ മീൻ മൈൻ, ഹായ് ഗീതു എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണോ ചേച്ചി? അടിപൊളിയാണ് അഭിനയം. താങ്ക് യു. എല്ലാവർക്കും താങ്ക്സ്. പറയടി താങ്ക്സ്. ആരോടാന്ന് അറിയില്ലല്ലോ. ഗീതു ചേച്ചിക്ക് പിള്ളേരുണ്ടാകുമോ? ഉണ്ടാകുമോ? എനിക്കറിയത്തില്ല. കാരണം ക്ലൈമാക്സ് എന്താണെന്ന് എനിക്കറിയില്ല. ഷൂട്ട് ചെയ്ത് വിധു ചേച്ചിക്ക് ഒരാഴ്ച കൊണ്ട് കുട്ടി ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവും. ഉണ്ടാവും. അല്ലെങ്കിലും ഉണ്ടാവില്ല അല്ലേ? എന്തായാലും മിസ് ചെയ്യും, തീർച്ചയായിട്ടും ഞങ്ങളും മിസ് ചെയ്യും. ഞങ്ങള് മിസ് ചെയ്യും. ഓർമ്മിപ്പിക്കല്ലേ. കാരണം ഷൂട്ട് തീർന്നപ്പോ എല്ലാരും കരഞ്ഞു കരഞ്ഞു ക- കരഞ്ഞു. അതെ, ഭയങ്കരായിട്ടും ഭയങ്കര മിസ്സിങ് ആണ്. ഞാൻ കരഞ്ഞില്ല ലാസ്റ്റ്. ഞാൻ ആ, പിടിച്ചിരുന്നു. ഞാൻ അതിനു മുമ്പ് 3 തവണ റൂമിൽ പോയി തന്നെ കഥ കടിച്ചിരുന്നു കരഞ്ഞു. നീ അങ്ങനെ കരഞ്ഞില്ല. ഞാൻ ഏറ്റവും കരഞ്ഞില്ല പിന്നെ. ഞാൻ നന്നായിട്ട് കരഞ്ഞു. രേവും കുറച്ചേ കരഞ്ഞുള്ളൂ. ജോഷി കരഞ്ഞു. നമ്മുടെ ശ്വേത ഭയങ്കര കരച്ചിലായിരുന്നു പോകുന്ന, കാരണം അവൾക്ക് അന്ന് അതെ, തന്നെ പോകേണ്ടത്. അവക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യണം. ശരിക്കും ഒന്ന് ബായ് പറയാൻ പറ്റില്ല. അതിന്റെ വിഷമൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് കരഞ്ഞു. പിന്നെ രാധികാമയായിട്ട് അഭിനയിക്കുന്നത് ബിന്ദു ചേച്ചി ഒക്കെ കരഞ്ഞു. ഞങ്ങളുടെ സാറ് കരഞ്ഞു. സാറ് കാരണം അത് കരഞ്ഞു എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാതെ അത്രയും പെട്ടെന്ന് നമ്മൾ പിരിയേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു സംഭവം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അതുകൊണ്ടുള്ളൊരു, കാരണം ഇത്രയും നാളത്തെ ഒരു ജേർണി ഞങ്ങൾ ശരിക്കും വീട്ടില് ടൈം സ്പെൻഡ് ചെയ്യുന്നതിലും കൂടുതൽ സെറ്റിൽ എല്ലാവരുമായിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഫാമിലി ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് വി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 700 episodes. Proudly we can say. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. അത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു കൂട്ടായ്മയിൽ, കാരണം ഒരു പ്രശ്നവും വഴക്കോ ഒന്നും ഉണ്ടാവാതെ, അത് ഞങ്ങൾ എല്ലായിടത്തും എവിടെ എല്ലാരും പറയും. ചെറിയ ചെറിയ കുട്ടി കുട്ടി ഈ എന്താ പറയാ സൗന്ദര്യപ്പണക്കം അല്ലാണ്ട് ഒരു പ്രശ്നമില്ലാത്തൊരു ലൊക്കേഷൻ ആയിരുന്നു ഗീതാ ഗോവിന്ദം എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമാണ് സത്യം പറഞ്ഞാല്. അതെ, അതിനാരാ കാരണം? ഞാനാ. എന്റെ ഫസ്റ്റ് അയ്യോ. അപ്പൊ നമ്മുടെ രതീഷ് കരഞ്ഞപ്പോൾ, ഡയറക്ടർ ജിതേഷ് സാറ് കരഞ്ഞപ്പോൾ ഞങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇവരൊക്കെ കരയും എന്നുള്ള കാര്യമേ. കാരണം അവർക്കൊക്കെ അപ്പൊ അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു ആ ഒരു ക്രൂ, ആ ഒരു വർക്ക് എന്നൊക്കെ പറയുന്നത്. അതെ, പിന്നെ ഞങ്ങളെ ഓരോരുത്തരുടെയും ക്യാരക്ടേഴ്സ് നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നും ഇല്ലെങ്കിൽ കുറച്ച് നാളെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. ഗീതാഞ്ജലി, ഗോവിന്ദ്, രേഖ, വരുൺ, അയ്യപ്പൻ,
ഒക്കെ ഒത്തിരി അക്സെപ്റ്റ് കാഞ്ചന, പ്രിയ, ഇതൊക്കെ ഒത്തിരി അക്സെപ്റ്റൻസ് കിട്ടിയ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അതിലൊക്കെ ആ ക്യാരക്ടേഴ്സിനെയൊക്കെ അങ്ങനെ എഴുതിയൊക്കെ വെച്ചിരിക്കും നമ്മുടെ വിനിഷേട്ടനാണ്. വിനിഷേട്ടൻ സ്പെഷ്യൽ താങ്ക്സ് പറയണം. ഓരോരുത്തരുടെയും ഒരു പൾസ് അറിഞ്ഞ് ഡയലോഗ്സ് ഒക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് യങ് ജനറേഷന് റീച്ചബിൾ ആവുന്ന രീതി നിങ്ങൾ പറഞ്ഞു കമന്റും ട്രോളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്കൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വിനിച്ചേട്ടനാണ്. വിനിച്ചേട്ടന് സ്പെഷ്യൽ താങ്ക്സ്. ഓൾ നമ്മുടെ ക്രൂ അടിപൊളിയായിരുന്നു എല്ലാവരും. അതിൽ തീർച്ചയായിട്ടും ഒരുപാട് എന്താ ഹാപ്പി മൊമെന്റ്സ് കൂടുതലും. അങ്ങനെ സങ്കടപ്പെടുന്ന ഒന്നും തന്നെ അധികം ഓർമ്മയിലേക്കില്ല. നമുക്ക് അങ്ങനെ ആരോടും കുറ്റം പറയാനോ അങ്ങനെയൊന്നും ഒരു സംഭവമില്ല. എല്ലാം നല്ല ഹാപ്പി പ്യുവർ മൊമെന്റ്സ് ആയിരുന്നു ഗീതാഗോവിന്ദം എന്ന് പറയുമ്പം. അതെന്നും അങ്ങനെയായിരിക്കും. വളരെ സ്പെഷ്യൽ ആയിരിക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ദേവനെ ഇൻവൈറ്റ് ചെയ്തു, ദേവ ജോയിൻ ചെയ്തില്ല. പിന്നെ രേവതിനെ കാണുന്നില്ല തപ്പിയിട്ട്. അവിടെ കൂടുതൽ നെറ്റ് കിട്ടാറില്ല എന്നുള്ള പ്രശ്നമുണ്ട് അങ്ങ് കണ്ണൂര്. അയ്യോ, പിന്നെ പക്ഷേ ആര്യാ? വിശേഷങ്ങൾ സാജൻ സൂര്യനെ ചുമ്മാ ഒന്ന് ആഡ് ചെയ്ത് നോക്കാൻ വരുമോന്ന് എനിക്കറിയില്ല. ആ പിന്നെ ഇനി ആരെയാ ആഡ് ചെയ്യാ? അപ്പൊ ഹായ് ഹായ് ജാസ് ജാസ് ജാസ്മിൻ ലക്ഷ്യമോളെ കാണാൻ ഞങ്ങൾക്ക് ഫാൻസ് കുറെ ആഗ്രഹിച്ചതാണ്. പക്ഷെ എന്ത് ചെയ്യും, നിങ്ങൾ ഫാൻസ് തന്നെ ഒരു റീൽ അങ്ങ് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അതിനും പറ്റും. നിങ്ങൾ അത്രയും കാലിബർ ഉള്ള കുട്ടികളാണ്. നാളെ ഉണ്ട് ഡെഫിനറ്റ്ലി ഒരു 1 more week, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എപ്പിസോഡ്സ് എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ട്. ക്ലൈമാക്സ് വരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ഒത്തിരി നിങ്ങൾ വെയിറ്റ് ചെയ്ത ഒരുപാട് മൊമെന്റ്സ് വരുന്നുണ്ട്. നിങ്ങൾ കാണാൻ ഇത്ര നാളും ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ റിവീൽ ആവുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്ത്. ഗീതു ലാസ്റ്റ് എങ്ങനെയായിരിക്കും, മാർഗഴി എവിടെ പോകും, മാർഗഴിനെ എന്ത് ചെയ്യും, അതേപോലെ രാധികാമ്മ വരുന്നൊക്കെ എവിടെ എന്തായാലും എവിടെ എന്ത് ചെയ്യും, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മൊമെന്റ് ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്, കാണാൻ മറക്കരുത്. 2 മണിക്കാണെങ്കിലും ക്ലൈമാക്സ് ഇരുന്ന് കാണണം, അല്ലാത്തത് ഹോട്ട്സ്റ്റാറിൽ കാണണം. എന്നിട്ട് ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ട് വാട്ട് യു ഗൈസ് ഫീൽ. ഇത്ര നാളത്തെ ഞങ്ങളുടെ ജേർണിയിൽ ഉള്ള ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ച പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സ് ഞങ്ങളെ എഴുതി അറിയിക്കുക. കമന്റ്സ് ആയിട്ടും ഒക്കെ പേഴ്സണലി മെസ്സേജ് ആയിട്ടും ഒക്കെ അറിയിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ചെയ്താലോ? ഓക്കെ. അപ്പൊ വൺസ് അഗെയിൻ താങ്ക്സ് ടു ഓൾ. വി ലവ് യു. താങ്ക് യു. ബൈ. ബൈ.